ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സബ്മേഴ്സൽ പമ്പിൻ്റെ മോട്ടറിലേക്ക് കയറുന്ന ഭാഗത്തെ വയറ് ഇതുപോലെ ഇൻസുലേഷനൊക്കെ പോയി വയർ ഒടിഞ്ഞ് ഷോർട്ട് ഒരു കണ്ടീഷൻ ഇരിക്കുന്ന മോട്ടർ എങ്ങനെയാണ് വയറ് നല്ല ഭാഗം കട്ട് ചെയ്ത് അകത്തുനിന്നേ നമ്മൾ ജോയിൻ്റ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളതാണ്. ഇത് അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ പേര് അജി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തുടർന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മോട്ടറിൻ്റെ ഈ ഇൻസുലേഷൻ ചുറ്റിയേക്കുന്ന ഇത്രയും ഭാഗം കംപ്ലൈൻ്റ് ആണ്. നമ്മൾ ഈ കംപ്ലൈൻ്റ് ഉള്ള ഭാഗം വെള്ളത്തിനടിയിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ ELCB ഒക്കെ ട്രിപ്പാവും. നമ്മൾ അതിനെക്കുറിച്ച് നേരത്തെ ELCB ട്രിപ്പാവുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ നല്ല ഭാഗം കട്ട് ചെയ്ത് എടുത്ത് അകത്തുനിന്നേ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ മോട്ടറിനോട് ചേർന്നിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുന്നു. അതിനുശേഷം ഈ ജോയിൻ്റുള്ള അത്രയും ഭാഗങ്ങൾ, ഡാമേജായിട്ടുള്ള അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. അങ്ങനെ അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിനെ നമ്മൾ മോട്ടറിനകത്ത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിന് അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 3 കളർ വയറാണ്. റെഡ്, യെല്ലോ, ബ്ലൂ 3 കളറാണ് വരുന്നത്. അപ്പോൾ ആദ്യമേ ഈ മോട്ടറിൻ്റെ ബേസിൽ ഒരു 4 ബോൾട്ടാണ് വരുന്നത്. ബാക്ക് ബോഡിയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അങ്ങനെ ഇതിൻ്റെ നട്ടുകളെല്ലാം നമ്മൾ ലൂസ് ചെയ്തു. എല്ലാ നട്ടുകളും ഒരുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം ലൂസ് ചെയ്യുന്നത്. ലൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ നട്ടുകളെല്ലാം ഊരിയെടുത്ത് കഴിഞ്ഞു. ഒരു ചെറിയ ഹാമർ ഉപയോഗിച്ചിട്ട് ഇതിനെ തട്ടിക്കൊടുക്കുകയാണ്. തട്ടിക്കൊടുക്കുമ്പോൾ ഇതിനകത്ത് നിറച്ച് വെള്ളമാണ്. ആ വെള്ളത്തെ നമ്മൾ കളയുവാണ്. അങ്ങനെ ആ വെള്ളമെല്ലാം പുറത്തേക്ക് പോയതിന് ശേഷം നമ്മൾ ബാക്ക് കവർ ചെറിയ രീതിയിൽ തട്ടി ഓപ്പൺ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ വലിയ ഹാമർ ഉപയോഗിച്ച് തട്ടരുത്. ചെറിയ രീതിയിൽ തട്ടി കൊടുക്കുമ്പോൾ അത് ഈസി ആയിട്ട് ഓപ്പണായി വരും. അപ്പോൾ ഇതിനകത്ത് നിറച്ച് തുളിയുടെയൊക്കെ ഒരു കളർ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സീല് പോയി കാണും. സീല് പോയിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് തുളിയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിനകത്ത് തുളി കയറിയെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യമേ വയർ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഈ ഒരു തുളിയുടെയൊക്കെ അംശം ഇതിനകത്ത് കയറുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൻ്റെ വയർ നമ്മൾ അവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ എൻഡ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് മോട്ടറിൻ്റെ വൈൻഡിങ്ങിലേക്ക് ഇതിനെ ടാഗ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഈ ടാഗുകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് ഈ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന ജോയിൻറ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോ ടാഗും കട്ട് ചെയ്ത് മാറ്റുവാണ്. ടാഗുകൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കട്ടർ ആ കമ്പിയുടെ ഇടയിൽ വീണിട്ട് കമ്പി കട്ടാവാൻ പാടില്ല. ആ വൈൻഡ് ചെയ്തേക്കുന്ന കോപ്പർ കട്ടാവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഇനി ആ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വയർ കൊണ്ടുവന്ന് ആ കമ്പിയുമായിട്ട് ജോയിൻ്റ് ചെയ്തേക്കുന്ന ഭാഗത്തെ കണ്ടെത്തണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അവിടെ വയറിൻ്റെ എൻഡിൽ ഉണ്ടോ ഈ ഒരു ഭാഗം ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ടേപ്പ് ഉപയോഗിച്ചാണ് ഇൻസുലേഷൻ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഈ കേബിളിൻ്റെ നീളം കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബാക്ക് ബോഡിയിൽ നിന്ന് നമുക്ക് ആ കേബിളിനെ വലിച്ചൂരിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പ്ലെയർ ഉപയോഗിച്ച് ആ കേബിൾ കുറച്ച് നീളം കട്ടാക്കി കളഞ്ഞു. അതിനുശേഷം പ്ലെയർ ഉപയോഗിച്ചിട്ട് അതിന് നന്നായിട്ട് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഊരി വരും. അല്ലാതെ നമ്മൾ വലിച്ചാൽ വരത്തില്ല. അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് അതിനകത്ത് ഒരു റബ്ബർ ബുഷ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ പ്ലെയർ വെച്ചിട്ട് ഞാൻ പിടിച്ചപ്പോൾ അത് ഊരി വന്നു. ഇനി നമുക്ക് വൈൻഡിങ്ങിൻ്റെ ഭാഗം ജോയിൻ്റ് ചെയ്യാനാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ചെയ്യാനുള്ളത്, നമ്മുടെ ഈ വയറുകളെ നമ്മൾ ആദ്യം ഇൻസുലേഷൻ മാറ്റിയിട്ട് സെപ്പറേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ അതിനകത്ത് ചുറ്റിയേക്കുന്ന ഇൻസുലേഷൻ ടേപ്പ് അഴിച്ചു വയറുകളെ സെപ്പറേറ്റ് ആക്കി. ഇനി ഈ വയറുകളെ ഓരോന്നോരോന്നായി നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 3 കളർ വയറാണ് വരുന്നത്. അപ്പോൾ റെഡ്, ബ്ലൂ, യെല്ലോ. അപ്പം ഇതിനകത്ത് 4 കമ്പികളുണ്ട്. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, 4 കമ്പികളുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 4 കമ്പികൾ എങ്ങനെയാണ് നമ്മൾ 3 വയറുകളിലേക്ക് ജോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഈ ഓരോ ജോയിൻറ്റിലുള്ള ഇൻസുലേഷനുകളെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിന് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, പുതിയതല്ലാത്ത ഒരു നൈഫാണ് ഉപയോഗിക്കേണ്ടത്. പുതിയ നൈഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പി കട്ടാവും. അധികം വാത്തലയില്ലാത്ത ഒരു കത്തിയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്.
അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ചെറുതായിട്ട് വരച്ചു. വാട്ടർ പ്രൂഫ് ടേപ്പ് അടിച്ചേക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഒരു ടൈറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോ കമ്പികൾ നമ്മൾ സെപ്പറേറ്റ് ആക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് 2 കമ്പികൾ ഒരുമിച്ച് വന്ന് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ടിങ്, ഒന്ന് റണ്ണിങ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ കമ്പികളെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് 3 കളർ വയറും ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്ക് ബോഡിക്കുള്ളിലേക്ക് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന പുതിയ വയറ് കടത്തി വിടുവാണ്. അവിടെ ഒരു റബ്ബർ ബുഷ് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളം പുറത്തേക്ക് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വയറ് നല്ല ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ബുഷ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വയറിൻ്റെ ഇൻസുലേഷനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ കറുത്ത കളറുള്ള ഈ കോട്ടിങ്ങിനെ നമുക്ക് റിമൂവ് ചെയ്ത് അതിനുള്ളിലുള്ള 3 വയറുകളെ സെപ്പറേറ്റ് ആക്കണം. അതിനുവേണ്ടി ഞാൻ കത്തി വെച്ച് ഒന്ന് വരച്ചതിന് ശേഷം ആ വയറുകളെ ഞാൻ പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ആ കറുത്ത ഇൻസുലേഷൻ കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് സെയിം 3 കളറ് വയറ് കിട്ടി. ഇനി ഇതിനെ ഓരോന്നും തങ്ങളിൽ ജോയിൻറ്റ് ചെയ്യുകയാണ്. യെല്ലോ കളറ്, ബ്ലൂ കളറ്, റെഡ് കളറ്, ഇങ്ങനെ 3 തങ്ങളിൽ ജോയിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പഴയ ജോയിൻറ്റ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കമ്പിയോട് ചേർത്താണ് നമ്മളിനി പുതുതായിട്ട് ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ്മേഴ്സൽ പമ്പിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജോയിൻറ്റുകൾ കഴിവതും കുറയ്ക്കുക എന്നുള്ളതാണ്. ജോയിൻറ്റുകൾ കൂടുമ്പം ELCB ട്രിപ്പ് ആവാനുള്ള സാധ്യത കൂടും. അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്യുമ്പോൾ 100% ക്ലിയറായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മോട്ടോർ ഓണാക്കുന്ന സമയത്ത് ELCB ട്രിപ്പായി പോകും. നമ്മൾ അശ്രദ്ധയോടുകൂടി നമ്മൾ ഏതെങ്കിലും ഈ ഒരു ജോയിൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഇതേ കണക്ക് പമ്പ് ഇളക്കി വീണ്ടും ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ വയറും വൈൻഡിങ്ങിൻ്റെ കമ്പിയും തങ്ങളിൽ ചെയ്യുവാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം പ്ലെയർ വെച്ചിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യുവാണ്. ലൂസ് കണക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലെയർ വെച്ച് നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്തു. ഇനി നമുക്കിതിനകത്ത് ഇൻസുലേഷൻ ചെയ്യണം. ഇൻസുലേഷൻ ചെയ്യുന്നതിന് ആദ്യമേ നമ്മൾ ടേപ്പ് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ പ്രൂഫ് ടേപ്പ് ഉപയോഗിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇൻസുലേഷൻ വീണ്ടും ചെയ്യുന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ കേബിൾ ജോയിൻറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വയറുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ വൈൻഡിങ്ങിനോട് ചേർത്ത് വെച്ച് വയർ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ വയർ ടൈ ഉപയോഗിച്ചു. നമുക്ക് അടയ്ക്കുമ്പോൾ നല്ല ക്ലിയറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒതുക്കി വേണം നമ്മൾ ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ അതേ കണക്ക് തന്നെ അതിൻ്റെ റോട്ടറിനകത്ത് ഈ ഒരു കേബിൾ തട്ടിയിരിക്കാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ ഒതുക്കിയെടുക്കണം. ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുമാണ്. കേബിളിൻ്റെ ആ കറുത്ത ഇൻസുലേഷനുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ബാക്കി 3 വയറുകളെ നല്ല ഭംഗിയായിട്ട് തന്നെ 2 റൗണ്ടോ 3 റൗണ്ടോ ഒക്കെ അടിച്ചാൽ നല്ലതാണ്. എത്ര ഇൻസുലേഷൻ കൊടുക്കാമോ അത്രയും നമുക്ക് സേഫ്റ്റിയാണ്. അപ്പോൾ ഞാനതിൻ്റെ ഫുള്ളായിട്ട് ഇൻസുലേഷൻ ചുറ്റിയതിന് ശേഷം ഇനി ഈ ഒരു ഭാഗത്തെയും കൂടെ വൈൻഡിങ്ങിനോട് ചേർത്ത് വെച്ച് വയർ ടൈ ഉപയോഗിച്ച് ലോക്ക് ചെയ്യുവാണ്. അങ്ങനെ എല്ലാം ടൈ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി നമ്മുടെ പമ്പിനെ നമ്മൾ അടയ്ക്കുവാണ്. അടയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ വെള്ളം ഒഴിക്കുന്ന 2 നട്ടുകളുണ്ട്. ആ നട്ടുകൾ രണ്ടും സെയിം ലെവലിൽ വരത്തക്ക രീതിയിൽ ഒരേ പൊസിഷനിൽ വരത്തക്ക രീതിയിലാണ് ഈ സ്റ്റഡുകൾ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് 4 സ്റ്റഡുകളും ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം എല്ലാ ഹോളുകളും കറക്റ്റ് കിട്ടത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മളിതിനെ ടൈറ്റ് ചെയ്യുവാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം നമ്മൾ ഫില്ല് ചെയ്യുവാണ്. അതിൻ്റെ 2 എയർ നട്ടുകളും തുറന്ന് വെള്ളം ഫില്ല് ചെയ്യുന്നു.
എന്നിട്ട് വെള്ളം ഫില്ല് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമ്മൾ വെച്ചേക്കും. അതിന് ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ, വെള്ളം കുറയുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും. വെള്ളം കുറയുന്നില്ല, ലീക്കുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ 2 നട്ടും ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നു. അപ്പോൾ 100% പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ പമ്പ് വർക്ക് ചെയ്യും. എവിടെയെങ്കിലും ലീക്കുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയതിന് ശേഷം അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ ക്ഷമയുണ്ടെങ്കിൽ ഇത്തരം പണികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലൊരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ നല്ലൊരു സർവീസ്മാനോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഓരോ വീഡിയോകളും കണ്ട് അതുപോലെ ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പം നല്ലൊരു സർവീസ്മാൻ എല്ലാവരും ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ.